ഇതാണ് ഞാൻ വന്ന കോളേജ്, മീഡിയ വില്ലേജ്. എഡിറ്റിംഗ് പഠിക്കാനും സിനിമാ ഫീൽഡൊക്കെ പഠിക്കാനും ഒക്കെ പറ്റിയൊരു കോളേജാണ് ചേച്ചിക്കും ചേട്ടന്മാർക്കും ഒക്കെ. സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്നാണ് ഈ കോളേജിന്റെ പേര്. മീഡിയ വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ എന്തിനാണെന്ന് അറിയാമോ ഇവിടെ വന്നത്? എൻ്റെ ചേട്ടന് ഇവിടെ ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം കയറുന്നത് തിയേറ്ററിലോട്ടാണ്. അപ്പം നമുക്ക് ആദ്യം അവർ കോഫിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് വേണം അകത്തോട്ട് കയറാൻ. നല്ല സൂപ്പർ തിയേറ്റർ. നമ്മളിപ്പോൾ കണ്ട വീഡിയോ സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രൊമോഷൻ വീഡിയോ അല്ല. ഉണ്ണിമോൾ എന്ന കൊച്ചുമിടുക്കി തൻ്റെ ചേട്ടന് അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ കോളേജിലേക്ക് വന്നപ്പോൾ ചെയ്ത ഒരു ഡെയിലി വ്ളോഗാണ്. ഈ വ്ളോഗ് കണ്ടത് 1,37,000 പേരാണ്. ഫേസ്ബുക്കിൽ ഏകദേശം 23K ഫോളോവേഴ്സുമായിട്ട് മിന്നി നിൽക്കുന്ന വ്ളോഗർ ഉണ്ണിമോളെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്നത്. ഉണ്ണിമോൾ, വെൽക്കം ടു മീഡിയ വില്ലേജ് ടെലിവിഷൻ. യെസ്, ഉണ്ണിമോളുടെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഡെയിലി വ്ളോഗ് ഒക്കെ ചെയ്യുന്ന ഒരു കൊച്ചു മിടുക്കിയാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവോ? പേര് ഉണ്ണിമോൾ തന്നെയാണോ? ഒഫീഷ്യൽ നെയിം? രാജലക്ഷ്മി. വീട് എവിടെയാ? കൊല്ലത്ത്, ചെറുക്കര കല്ലുവാതക്കൽ. ഓക്കെ. അപ്പൊ ചേട്ടന്റെ അഡ്മിഷന് വേണ്ടി വന്നപ്പോ ചെയ്ത ഒരു വ്ളോഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും. അപ്പൊ ഉണ്ണിമോള് എങ്ങനെ ഈ വ്ളോഗ് എടുക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇത്ര ആക്റ്റീവ് ആവാം എന്നുള്ളൊരു തീരുമാനമൊക്കെ എങ്ങനെയായിരുന്നു എടുത്തത്? അത് എനിക്ക് കുറെ നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവര് പട്ടിയുടെ മുഖം പറഞ്ഞു. പന്നൊട്ടാ വാശി കൂടിയത് വീഡിയോ എടുക്കണം. അതായത് മോൾ ആദ്യം ചെയ്ത വീഡിയോയ്ക്കാണോ അങ്ങനത്തെ കമന്റ്സ് കിട്ടിയേ? ഓക്കെ. ആദ്യം ചെയ്ത വീഡിയോ എന്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആദ്യം ചെയ്തത് ഒരു പൊതിച്ചോറിന്റെ വീഡിയോ. അതിനാ കൂടുതൽ വ്യൂസ് കയറിയത്. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഇട്ടവരോടുള്ള ഒരു ദേഷ്യമായിരുന്നു അല്ലേ? ഇപ്പൊ 23K ഫോളോവേഴ്സ് ആണ് ഫേസ്ബുക്കിലുള്ളത്. ഓക്കെ. അപ്പൊ എങ്ങനെയുള്ള കണ്ടന്റുകളാണ് നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യാൻ ചെയ്യുന്നത്? ഞാൻ ട്രാവല്, ക്ഷേത്രം, പിന്നെ ഫുഡ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പൊ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെ? ഇപ്പൊ പഠിക്കേണ്ട സമയമാണ്, നീ വ്ളോഗ് എടുത്ത് നടക്കുവാണോ എന്നൊക്കെ വീട്ടിൽ നിന്ന് ചോദിക്കാറുണ്ടോ? അതോ ഫുൾ സപ്പോർട്ടാണോ? ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ ക്യാമറയ്ക്ക് മുമ്പിൽ നമ്മൾ ഉണ്ണിമോളെയാണ് കാണുന്നത്. ക്യാമറയ്ക്ക് പിന്നിൽ, അതായത് ക്യാമറയൊക്കെ ചെയ്തു തരുന്നതും എഡിറ്റ് ചെയ്ത് തരുന്നതും ഒക്കെ ആരാ? എഡിറ്റ് ചെയ്ത് തരുന്ന അച്ഛനും അമ്മയും കൂടെയാണ്. ആണോ? അപ്പൊ ചേട്ടന് ഇതിന് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ചേട്ടൻ ആദ്യം ചെയ്യണം. ഇപ്പൊ ചേട്ടന് പഠിക്കാനൊക്കെ ഉള്ളതാണ് ചേട്ടൻ ചെയ്യത്തില്ല. അപ്പം ഈ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കാനൊക്കെ ആയിട്ട് വന്നപ്പോഴേ അന്ന് വ്ളോഗ് ചെയ്യാമെന്ന് തീരുമാനിച്ച എന്തിനു വേണ്ടിയാ? അപ്പൊ അതിന്റെ ക്യാപ്ഷനൊക്കെ ഞാൻ വായിച്ചു. ഒത്തിരി ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഉപകാരമാകും എന്നാണ് ക്യാപ്ഷൻ എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് എത്ര രൂപ മേടിച്ചു എന്ന് ചോദിക്കുന്നവർക്ക് നല്ല ഇടി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത് എങ്ങനെയാ തീരുമാനിച്ചേ? അത് എല്ലാരും പഠിക്കാൻ ആലോചിക്കുമ്പോ അവർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. മോൾ ആദ്യമായിട്ടാണോ ഈ കോളേജിൽ വരുന്നത്? സെന്റ് ജോസഫ് കോളേജ് ആണ്. എങ്ങനെയുണ്ട്? കോളേജൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇത് ഒരു ബ്ലോഗറാണ്, വ്ളോഗ് ചെയ്യും, നല്ല അടിപൊളിയായിട്ട് വോയിസ് ഓവർ ചെയ്യും. അപ്പൊ ഭാവിയിൽ ഈ മീഡിയ കോളേജിൽ വന്ന് പഠിക്കണം എന്ന് തോന്നുന്നുണ്ടോ? വരുമോ ഇങ്ങോട്ട്? വരും. അപ്പൊ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാം. സ്കൂളിലെ ടീച്ചർ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ അവർക്കെല്ലാവർക്കും അറിയാം വീഡിയോ ചെയ്യുന്നുണ്ടെന്ന്. അവരൊക്കെ വീഡിയോ കണ്ടിട്ട്, ഇപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ വീഡിയോ കണ്ടിട്ട് പറയാറുണ്ടോ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ഇപ്പൊ വോയിസ് ഓവർ ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? അതൊക്കെ അമ്മ പറഞ്ഞു തരും. അങ്ങനെയാണ് വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ കോളേജിൽ വീണ്ടും അഡ്മിഷന്റെ കാര്യങ്ങൾക്കായിട്ട് എത്തിയേക്കോ? ഇന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. റീൽസ് ചെയ്യുന്നുണ്ട്. എന്ത് റീൽ ഇവിടെ നിന്ന് എടുത്തേ? ഇവിടെ നിന്ന് ചേട്ടനെ ഇന്നാണ് അഡ്മിഷന് റെഡിയാക്കുന്നത്. അതിന് പൈസ എല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ചേട്ടന് യൂണിഫോമും ID കാർഡും ഒക്കെ കിട്ടണം. അങ്ങനെ പറഞ്ഞ റീൽസ് ചെയ്തു. അതുപോലെ തന്നെ ഈ റീൽസ് ഇടുമ്പോൾ മോള് പറഞ്ഞു ആദ്യം കുറേ നെഗറ്റീവ് കമന്റ്സ് വന്നു. അത് കണ്ടപ്പോൾ വിഷമമായപ്പോഴാണ് എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരണമെന്ന് തോന്നിയത്. അപ്പൊ ഇപ്പോഴത്തെ വീഡിയോസിനൊക്കെ നെഗറ്റീവ് കമന്റ്സ് കിട്ടാറുണ്ടോ? അതിനെ എങ്ങനെയാ മോള് നോക്കി കാണുന്നത്? ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ അയ്യോ ഇവരിങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ അവർക്ക് സങ്കടപ്പെടാറുണ്ടോ? സങ്കടപ്പെടാറില്ല. പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ വ്ളോഗിങ് ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണോ തീരുമാനം? ആണ്. വ്ളോഗിങ് ഇഷ്ടമാണ്.
യെസ്, അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നത് ഉണ്ണിമോളാണ്. തൻ്റെ വീഡിയോസിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. അതിലൊക്കെ ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ണിമോളോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. കാരണം അവൾക്ക് നെഗറ്റീവ് കമന്റ്സ് ഇട്ടവരോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഒന്ന് വിജയിച്ച് കാണിക്കണമെന്ന വാശിയാണ് ഉണ്ണിമോളെ ഇന്ന് 23K ഫോളോവേഴ്സ് ഉള്ള ഒരു വ്ളോഗറാക്കി മാറ്റിയിരിക്കുന്നത്. ഉണ്ണിമോള് നമുക്ക് എല്ലാവർക്കും മാതൃകയാകുകയാണ്. ഉണ്ണിമോൾക്ക് എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. താങ്ക് യു.